സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 10 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 2, ഷോർട്ട് ലിസ്റ്റ് 5 ഉൾപ്പെടെ 7 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1, ഇൻ്റർവ്യൂ അറിയിപ്പ് 2. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ബോട്ട് ഡ്രൈവർ ഫസ്റ്റ് NCA ഈഴവ, തീയ, ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 175/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷോഫർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 131/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 444/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 37.67. ലിസ്റ്റിലാകെ 51 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ കാറ്റഗറി നമ്പർ 665/2022. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ കാറ്റഗറി നമ്പർ 665/2022 എന്ന തസ്തികയുടെ അഭിമുഖം 2024 ഒക്ടോബർ 9, 10, 11 എന്നീ തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് GR4B സെക്ഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464118. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ 691/2022. ക്ഷീരവികസന വകുപ്പിലെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ തസ്തികയുടെ കാറ്റഗറി നമ്പർ 691/2022 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ തിരുവനന്തപുരം പട്ടം ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒക്ടോബർ 16, 17, 18, 23, 24, 25, 29, 30 എന്നീ തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. സംശയങ്ങൾക്ക് GR8 സെക്ഷനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125464440. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഫസ്റ്റ് NCA വിശ്വകർമ്മ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 612/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഫസ്റ്റ് NCA ഈഴവ, തീയ, ബില്ലവ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 611/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 444/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 39.33. ലിസ്റ്റിലാകെ 54 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 11 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 493/2023. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് NCA LC/A വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 69/2023. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് NCA LC/A വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 69/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട
ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്കുള്ള പ്രമാണ പരിശോധന 7/10/2024 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ മെസ്സേജിൽ പറയുന്ന നിശ്ചിത തീയതിയിലും സമയത്തും ഹാജരാകണമെന്ന് അറിയിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രൊഫൈൽ, SMS എന്നിവ മുഖേന നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത പക്ഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ GR 2nd B വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. തൃശ്ശൂർ ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ ഫസ്റ്റ് NCA OBC വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ ഫസ്റ്റ് NCA LC ബാർ A വിഭാഗക്കാർക്കായി. തൃശ്ശൂർ ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി. കോഴിക്കോട് ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 HTV എക്സ് സർവീസ്മെൻ ഓൺലി. കോഴിക്കോട് ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV. കോഴിക്കോട് ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ ഫസ്റ്റ് NCA LC ബാർ A വിഭാഗക്കാർക്കായി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 3 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 മെക്കാനിക്കൽ. ഹെഡ് ഓഫീസിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ. പാലക്കാട് ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. പാലക്കാട് ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. വയനാട് ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. പാലക്കാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS സെക്കൻഡ് NCA ഈഴവ ബില്ലവ തീയ വിഭാഗക്കാർക്കായി. പാലക്കാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. വയനാട് ജില്ലയിലേക്ക് ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. പാലക്കാട് ജില്ലയിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെയിൽ വാർഡൻ ഫസ്റ്റ് NCA SIUC നാടാർ വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 3rd ഗ്രേഡ് ഓവർസിയർ 3rd ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ കാറ്റഗറി നമ്പർ 135/2021. ആലപ്പുഴ ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 HTV എക്സ് സർവീസ്മെൻ ഉള്ളി കാറ്റഗറി നമ്പർ 141/2023. ആലപ്പുഴ ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV കാറ്റഗറി നമ്പർ 19/2021 20/2021. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.